ഹലോ ഫ്രണ്ട്സ്, ചോക്ലേറ്റ് ഇഷ്ടമല്ലാത്തവരായി ആരാണുള്ളത്? നമ്മളിന്ന് ഫാക്ടറിയിൽ ചോക്ലേറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാൻ പോവുകയാണ്. GK ഫാക്ട് മലയാളത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ചോക്ലേറ്റ് ഫാക്ടറി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? അത് ആഫ്രിക്കയിലാണ് സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ. ചോക്ലേറ്റ് ഉണ്ടാക്കുന്നതിന് ഏറ്റവും ആവശ്യമായ സാധനം എന്ന് പറയുന്നത് കൊക്കോ കായകളാണ്. നല്ല പഴുത്തു പാകമായ കൊക്കോ കായ്കളെ കർഷകർ മരത്തിൽ നിന്ന് മുറിച്ചെടുത്ത് ഒരു സ്ഥലത്ത് കൊണ്ട് കൂട്ടിയിടുന്നു. അതിനുശേഷം കർഷകർ കൂട്ടത്തോടെ ഇരുന്ന് അതിനുള്ളിലെ കൊക്കോ കായ്കളെ ഒരു മരം കൊണ്ട് തല്ലി കുരു മാത്രമായി സെപ്പറേറ്റായി മാറ്റിയെടുക്കുന്നു. അതിനുശേഷം അവ വെയിലത്തിട്ട് നന്നായി ഉണക്കിയെടുക്കുന്നു. ഉണക്കിയെടുക്കുക എന്ന് പറയുന്നത് 3 തൊട്ട് 9 ദിവസം വരെ എടുക്കുന്ന പ്രോസസ്സാണ്. കൊക്കോ കായ്കളിൽ പകുതി ഭാഗവും ജലമാണ് ഉണ്ടാവുക. അവയെ വലിക്കുന്നതിന് വേണ്ടിയാണ് അങ്ങനെ ഉണക്കുന്നത്. അതിനുശേഷം അവയെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവന്ന് പരത്തി ഇതിലെ ഈർപ്പം കളഞ്ഞ ശേഷം ചാക്കുകളിലാക്കി പാക്ക് ചെയ്ത് ഫാക്ടറികളിലേക്ക് അയക്കുന്നു. അവിടെ ചെന്ന് ഒരു നെറ്റ് പോലുള്ള ഒരു സ്ഥലത്തിലേക്ക് ഈ ചാക്കുകൾ പൊട്ടിച്ച് കൊക്കോ കായകളെ ഇടുന്നു. ഇനിയുള്ളത് ഗുണനിലവാരം നോക്കലാണ്. അതിനായി പ്രത്യേകം നിയോഗിച്ച ആളുകൾ വന്ന് അവ ഓരോന്നും എടുത്തു നോക്കി അവയ്ക്ക് കേടുപാടുകൾ ഉണ്ടോ എന്ന് നോക്കുക എന്നതാണ് അടുത്ത പ്രോസസ്സ്. അതിനുശേഷം അവയെ ഒരു പാത്രത്തിലേക്കിടുന്നു. ഇവിടെ വച്ചാണ് കൊക്കോ കായകളുടെ തൊണ്ട് കളഞ്ഞ് കൊക്കോ കുരുവായി പുറത്തു വരുന്നത്. അതിനുശേഷം കൊക്കോ കായകളിൽ 7% മാത്രമേ ജലമുണ്ടാവുകയുള്ളൂ. തൊണ്ട് കളഞ്ഞ കൊക്കോ കായകളെ പിന്നീട് ഒരു വേറെ ജാറിൽ ഇട്ട് അവയെ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുന്നു. അരച്ചെടുത്ത കൊക്കോ കായകളിൽ ഒരു സബ്സ്റ്റൻസ് മിക്സ് ചെയ്ത് അവയെ കുഴമ്പ് പരുവത്തിലാക്കുക എന്നാണ് അടുത്ത പ്രോസസ്സ്. ഇത് കുറേ നേരം നീണ്ടു നിൽക്കുന്ന പ്രോസസ്സ് കൂടിയാണ്. കുഴമ്പ് രൂപത്തിലായ ആ പദാർത്ഥത്തിലേക്ക് ഒരു പൊടി പാക്കറ്റ് പൊട്ടിച്ച് ഇടുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുന്നു. ചോക്ലേറ്റ് കണ്ടുപിടിച്ചത് ഡാനിയൽ പീറ്റർ എന്ന് പറഞ്ഞ ആളാണ്. 1875 ചോക്ലേറ്റ് കണ്ടുപിടിച്ചത്. ആ പദാർത്ഥം ചേർത്തതോടുകൂടി ചോക്ലേറ്റ് ഒരു കട്ടിയുള്ള ഒരു പദാർത്ഥമായി മാറുകയാണ് ചെയ്യുന്നത്. ആ പദാർത്ഥത്തിലേക്ക് പ്യുവർ വാട്ടർ ചേർത്ത് അവയെ ജ്യൂസ് പോലെ ആക്കിയെടുക്കുകയാണ് പിന്നീട് ചെയ്യുന്നത്. അതിനുശേഷം ഇവയെ അച്ചുകളിലേക്ക് ട്രേകളിലേക്ക് ആക്കി മാറ്റുന്നു. അതിനുശേഷം പാക്ക് ചെയ്ത് കടകളിലേക്ക് അയക്കുന്നു.